ഹലോ, നമ്മൾ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഫോർത്ത് മോഡ്യൂള് സ്റ്റിഫ്നെസ് മെത്തേഡിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. എങ്ങനെയാണ് സ്റ്റിഫ്നെസ് മെത്തേഡ് വെച്ചിട്ട് ഒരു ബീമിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതിൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബീം എ ബി ആണ്, ഒരു സ്പാനാണ്, സ്പാൻ എ ബി എന്ന് പറഞ്ഞ സ്പാനാണുള്ളത്. അതിലൊരു 10 kN പോയിന്റ് ലോഡ് അതിൻ്റെ സെൻട്രൽ ആക്ട് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് ദ ബീം ബൈ സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യലാണ്. കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് നമ്മൾ ബീമിൻ്റെ കേസിൽ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഫിക്സ്ഡ് ഒരു സപ്പോർട്ട് നോക്കുക. അപ്പോൾ ഓരോ സപ്പോർട്ടിൻ്റെ എത്രയാണോ എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ആ സ്ട്രക്ചറിൻ്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കിട്ടും. ഇവിടെ ഫസ്റ്റ് സപ്പോർട്ട് ഫിക്സ്ഡ് സപ്പോർട്ടാണ്. അവിടെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 0 ആണ്. ദെൻ ഹിഞ്ചാണുള്ളത്. ഹിഞ്ചിൻ്റെ കേസിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഹിഞ്ചിലുള്ള റൊട്ടേഷനാണ്. സോ അവിടെ 1 വരും. സോ ടോട്ടൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഈസ് ഈക്വൽ ടു 0 + 1 = 1 വരും കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. അങ്ങനെയാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഇവിടെ dk = 1 ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. അത് എവിടെയാണ് ഇനി നമ്മുടെ ഹിഞ്ചിലെ റൊട്ടേഷനാണ് നമ്മുടെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. സോ അതാണ് അവിടെ കാണിച്ചിട്ടുള്ളത് R1 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ അനാലിസിസ് സ്ട്രക്ചർ അല്ലെ സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളതിൻ്റെ സ്ട്രക്ചറൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിക്കലാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ്. സ്റ്റിഫ്നെസ് മെട്രിക്സ്, സ്ട്രക്ചറൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്, ദാറ്റ് ഈസ് KS മെട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം എലിമെൻറ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിക്കണം. എലിമെൻ്റൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എത്ര മെമ്പർ ഉണ്ട് ആ ഓരോ എലിമെൻറ്റിൻ്റെയും എലിമെൻ്റൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഡയഗണലി പ്ലേസ് ചെയ്യുക. നമ്മുടെ ഈ കേസിൽ ഇവിടെ ഒറ്റ എലിമെൻറ്റേ ഉള്ളൂ, AB എന്ന് പറയുന്ന ഒരു എലിമെൻ്റ് ആണുള്ളത്. സോ K1 തന്നെയായിരിക്കും അതിൻ്റെ KS മെട്രിക്സ് എന്ന് പറയുന്നത്. K1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് I/L 4/2 ആണ് K എന്ന് പറയുന്നത്. അപ്പോൾ അതുതന്നെയായിരിക്കും അതിൻ്റെ കേസ്. എന്തുകൊണ്ടാണ്? ഒറ്റ എലിമെൻറ്റ് മാത്രമേ ഉള്ളൂ. സോ കേസും കെയും ഈക്വൽ ആയിരിക്കും. സോ KS എന്ന് പറയുന്നത് I/L 4/2. L എന്ന് പറയുന്നത് മെമ്പറിൻ്റെ ലെങ്ത് ആണ്. സോ EI/6 വരും. ഇവിടെ നിങ്ങൾ ഒന്നുകൂടി എഴുതുക, ഒരു സ്റ്റെപ്പ് കൂടി എഴുതുക. EI/L 4/2 എന്ന് കഴിഞ്ഞിട്ട് ഈക്വൽ ടു EI/6 4/2. അതുകൂടി അവിടെ കാണിക്കാം കേട്ടോ. അതവിടെ എഴുതിയിട്ടില്ല, അതുകൂടി നിങ്ങൾ എഴുതും. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പായി KS മെട്രിക്സ് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് അതിൻ്റെ ഫിക്സ്ഡ് ആൻഡ് മൊമെൻ്റ് കണ്ടുപിടിച്ചിട്ട് ഈക്വലൻറ്റ് ജോയിൻ ലോഡ് കണ്ടുപിടിക്കലാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഫിക്സ്ഡ് ആൻഡ് മൊമെൻ്റ് കണ്ടുപിടിക്കുക. നമ്മൾ ഒരു ബീം AB എന്ന് പറയുന്ന ഒരു മെമ്പറാണുള്ളത്. അതിൽ പോയിന്റ് ലോഡാണ് സെൻട്രൽ ആക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ഫിക്സ്ഡ് ആൻഡ് മൊമെൻ്റ് WL/8 ലോഡ് W/2 റിയാക്ഷൻസ്. മൊമെൻ്റ് കിട്ടുന്നത് 7.5 റിയാക്ഷൻ 5 കിട്ടും. സോ അതിന് നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇക്വലൻറ്റ് ജോയിൻ ലോഡ് കിട്ടും. അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസിൽ 7.5, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 7.5, ഇവിടെ ഡൗൺവേർഡ് 5, ഇവിടെ ഡൗൺവേർഡ് 5. അപ്പോൾ നമ്മളിതിൻ്റെ ടോട്ടൽ ഇക്വലൻറ്റ് ജോയിൻ ലോഡ് കിട്ടി. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്തതാണ്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇക്വലൻറ്റ് ജോയിൻ ലോഡ് കണ്ടുപിടിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അനാലിസിസ് സ്ട്രക്ചർ ആൻഡ് എലിമെൻറ്റ് കോർഡിനേറ്റും അതിൻ്റെ അനാലിസിസ് സ്ട്രക്ചറും കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അനാലിസിസ് സ്ട്രക്ചർ അല്ലെ സിസ്റ്റം കോർഡിനേറ്റ് നമുക്കതിനെ പറയാം. സിസ്റ്റം കോർഡിനേറ്റ് മാർക്ക് ചെയ്തിട്ടാണ് നമുക്കതിൻ്റെ അനാലിസിസ് സ്ട്രക്ചർ കിട്ടുന്നത് ഈ കേസിൽ. അപ്പോൾ നമുക്കിവിടെ DK എന്ന് പറയുന്നത് 1 ആണ്, കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി 1 ആണ്. അത് ഹിഞ്ച് സപ്പോർട്ടിലെ റൊട്ടേഷനാണ്. അപ്പോൾ നമ്മൾ അതിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? അൺനോൺ ആയിട്ട് എടുക്കേണ്ടത്. നമ്മുടെ പ്രൈമറി സ്ട്രക്ചറിലെ അനാലിസിസ് സ്ട്രക്ചറിലെ കോർഡിനേറ്റ് ആയിട്ട്, നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഈ ഹിഞ്ച് സപ്പോർട്ടിലെ റൊട്ടേഷനാണ്. അപ്പോൾ ഹിഞ്ച് സപ്പോർട്ടിലെ റൊട്ടേഷൻ സിസ്റ്റം കോർഡിനേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചറാണ് അനാലിസിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എലിമെൻറ്റ് കോർഡിനേറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു എലിമെൻറ്റിൽ 2 കോർഡിനേറ്റ് ഉണ്ടാവും. ഒരു എലിമെൻറ്റിൻ്റെ എൻഡിൽ റൊട്ടേഷനാണ് നമ്മളതിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 1, 2 എന്ന് പറഞ്ഞിട്ട് 2 റൊട്ടേഷൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ അനാലിസിസ് സ്ട്രക്ചർ ചൂസ് ചെയ്യുമ്പോൾ നമ്മളെ റൊട്ടേഷൻ റോളർ സപ്പോർട്ടോ ഹിഞ്ച് സപ്പോർട്ടോ ഏതാണോ സപ്പോർട്ട്, അവിടുത്തെ റൊട്ടേഷനാണ് നമ്മൾ കോർഡിനേറ്റ് ആയിട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചൂസ് ചെയ്യാം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചൂസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ക്ലോക്ക് വൈസ് ആയിട്ട് ചൂസ് ചെയ്യാം. നമ്മൾ ഫ്ലെക്സിബിലിറ്റി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തത്, നമ്മൾ ഇക്വലൻറ്റ് ജോയിൻ ലോഡിൻ്റെ അകത്ത് അതിൻ്റെ അവിടെ ഇക്വലൻറ്റ് പ്രൈമറി
സ്ട്രക്ചർ അനാലിസിസ് സ്ട്രക്ചർ കൺസിഡർ ചെയ്യുമ്പം ഇക്വാലൻറ്റ് ജോയിൻ ലോഡിന്, അത് പ്രൈമറി സ്ട്രക്ചറിലെ മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വാലൻറ്റ് ജോയിൻ ലോഡിൻ്റെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമ്മൾ പ്രൈമറി സ്ട്രക്ചറിലെ ഡയറക്ഷൻ എടുത്ത്. ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പ്രൈമറി സ്ട്രക്ചറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് എടുത്തു. ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് അവിടെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ പ്രൈമറി സ്ട്രക്ചറിൽ അത് ക്ലോക്ക് വൈസ് ആയിട്ട് എടുത്തു. എന്നാൽ നമ്മൾ സ്റ്റിഫ്നെസ് മെത്തേഡ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട. നമ്മൾ എപ്പോഴും ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് നമ്മുടെ മെട്രിക്സ് ആർ മെട്രിക്സ്, ഈ റിഡൻഡൻറ്റ് മെട്രിക്സ് ആർ മെട്രിക്സ് എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് ഉള്ളതെങ്കിൽ നമ്മൾ മൈനസ് വാല്യൂ കൊടുക്കുക. ക്ലോക്ക് വൈസിലാണ് ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് എങ്കിൽ പ്ലസ് വാല്യൂ തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയിട്ട് ചൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ R1 ഡയറക്ഷൻ ക്ലോക്ക് വൈസിൽ ചൂസ് ചെയ്തത്. പക്ഷേ നമ്മൾ ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് നോക്കിയേ, ഇവിടെയുള്ള ഈ ഹിൻ സപ്പോർട്ടിൽ ഇക്വാലൻറ്റ് ലോഡ് എത്രയാണ്, ഇക്വാലൻറ്റ് ജോയിൻ ലോഡിലെ മൊമെൻറ്റ് എത്രയാണ്, ആൻറ്റി ക്ലോക്ക് വൈസിൽ 7.5 അല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ 7.5 ആണെങ്കിലും നമ്മൾ ഈ ഇവിടെ അനാലിസിസ് സ്ട്രക്ചർ ചൂസ് ചെയ്യുമ്പോൾ R1 എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ക്ലോക്ക് വൈസിൽ ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ക്യാപിറ്റൽ R മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും, അപ്പോൾ -7.5 വരും. എന്തുകൊണ്ടാണ്, നമ്മൾ അനാലിസിസ് സ്ട്രക്ചർ R1 ക്ലോക്ക് വൈസ് ആണ്, പക്ഷേ ഇവിടെ ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഉള്ളത്. സോ -7.5 വരും. ഓക്കെ, അത് മാറിപ്പോകരുത്. അപ്പോൾ എപ്പോഴും നമ്മൾ ക്ലോക്ക് വൈസിൽ ഡയറക്ഷൻ ചൂസ് ചെയ്തിട്ട് ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് സൈൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ R മെട്രിക്സ് എന്ന് പറയുന്നത് എന്താ വരിക, -7.5 ആണ് വരുന്നത്. എന്തുകൊണ്ടാണ്, ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഉള്ളത്, പക്ഷേ നമ്മളിവിടെ ചൂസ് ചെയ്ത് R1 ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് ഉള്ളത്. അപ്പോൾ ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് ഈ R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വാലൻറ്റ് ജോയിൻ ലോഡിൻ്റെ വാല്യൂ ആണ് നമ്മൾ R മെട്രിക്സിൽ എഴുതേണ്ടത്. സോ അത് -7.5 വരും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫോം ചെയ്യലാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് മെട്രിക്സ് എ. നമ്മൾ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് പഠിച്ചിട്ടുണ്ട്, അത് ഫോഴ്സിനെ കണക്ട് ചെയ്യുന്നത്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റും ഇൻറ്റേർണൽ ഡിസ്പ്ലേസ്മെൻറ്റും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് നമ്മൾ എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ കോർഡിനേറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് ആ കോർഡിനേറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എലിമെൻറ്റ് കോർഡിനേറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനാണ് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്, ഇത് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡാണ്. സോ നമ്മൾ ഫസ്റ്റ് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാം, അതിൽ ഒന്നാമത്തെ കോർഡിനേറ്റിനും രണ്ടാമത്തെ എലിമെൻറ്റ് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോർഡിനേറ്റ് 1 എന്ന് പറയുന്നത് റൊട്ടേഷനാണ്. അപ്പോൾ ആ റൊട്ടേഷന് നമ്മൾ റൊട്ടേഷൻ ആണ്. അപ്പോൾ ആ റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക, സ്ലോപ്പ് അല്ലേ. അപ്പോൾ അവിടെയുള്ള സ്ലോപ്പിന് നമ്മൾ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. അതായത് ബിയിലാണ്, അപ്പോൾ തീറ്റ ബിക്ക് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഫസ്റ്റ് എലിമെൻറ്റ് കോർഡിനേറ്റ് 1ലെ എലിമെൻറ്റ് കോർഡിനേറ്റ് 2നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ സ്ട്രക്ചർ. അതിൽ R1 = 1 നമ്മൾ അപ്ലൈ ചെയ്യുക. R1 = 1 എന്ന് പറയുന്നത് അവിടെയുള്ള മൊമെൻറ്റിനല്ല നമ്മൾ യൂണിറ്റ് വാല്യൂ കൊടുക്കേണ്ടത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റാണ്. അപ്പോൾ മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക, സ്ലോപ്പാണ് വരിക. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്ലോപ്പ്, ഇലാസ്റ്റിക് ഡയഗ്രം ഉണ്ടാവുക, ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പം ഇവിടെയുള്ള സ്ലോപ്പ് എന്ന് വെച്ചാൽ തീറ്റ ബി ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, യൂണിറ്റ് വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ യൂണിറ്റ് സിസ്റ്റം കോർഡിനേറ്റ് യൂണിറ്റ് വാല്യൂ എന്ന് കൊടുക്കുമ്പോൾ ഇവിടെയുള്ള തീറ്റ ബി, ഇവിടെയുള്ള സ്ലോപ്പാണ് യൂണിറ്റ് വാല്യൂ വരുന്നത്. അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കണം, ക്ലോക്ക് വൈസ് ആയിരിക്കണം. എന്തുകൊണ്ടാണ്, നമ്മളിവിടെ ക്ലോക്ക് വൈസിലാണ് 1 അപ്ലൈ ചെയ്തത്. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരണമെങ്കിലാണ് ഇതിങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്ഷൻ മാർക്ക് ചെയ്യുക എപ്പോഴും ഈ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് ഇതിൻ്റെ ടാൻജൻറ്റ് കർവിൻ്റെ ടാൻജൻറ്റിലേക്ക് ക്ലോക്ക് വൈസ്. സോ തീറ്റ ബി എന്ന് പറയുന്ന 1. പിന്നെന്താ, നമ്മൾ ഫസ്റ്റ് സിസ്റ്റം കോർഡിനേറ്റ് എ എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഡിഫ്ലക്ഷനാണ്. ഈ പോയിന്റിൽ ഡിഫ്ലക്ഷൻ എന്താ, ഇവിടെ സ്ലോപ്പ് ഉണ്ടോ ഇല്ലല്ലോ, ഫിക്സഡ് സപ്പോർട്ടില്ലേ, അവിടെയുള്ള സ്ലോപ്പിൻ്റെ വാല്യൂ തീറ്റ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും, നമ്മുടെ ഫസ്റ്റ് എലിമെൻറ്റ് കോർഡിനേറ്റ് 0 വന്നു, സെക്കൻഡ് എലിമെൻറ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1 വന്നു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
അതായത് ഫസ്റ്റ് കോർഡിനേറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിന്. അപ്പോൾ ഇവിടെ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയുള്ള തീറ്റ ബി ആണ് 1 ആവുന്നത്. തീറ്റ എ എന്ന് പറയുന്നത് ഫിക്സഡ് സപ്പോർട്ടാണ്, അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല, സോ അവിടെ സ്ലോപ്പ് ഇല്ല, 0. സോ നമ്മളെ കോർഡിനേറ്റ് 0 1 വരും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. നോക്കുക ഇനി എല്ലാവരും. ഇവിടെ തീറ്റ ബി 1 വരും. അപ്പോൾ ഇവിടുത്തെ എലിമെൻറ്റ് കോർഡിനേറ്റ് 0, ഈ എലിമെൻറ്റ് കോർഡിനേറ്റ് 1 വരും. അപ്പോൾ നമ്മൾ എ മെട്രിക്സ് എന്ത് വരും? 0 1. ഒന്നാമത്തെ കോർഡിനേറ്റ്, രണ്ടാമത്തെ കോർഡിനേറ്റ്. ഒന്നാമത്തെ 0, രണ്ടാമത്തത് 1. ഇത് എളുപ്പമാണ്. നമ്മൾ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻ്റ്, അതായത് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കണ്ടുപിടിക്കുന്ന വളരെ എളുപ്പം നമുക്കിത് ചെയ്യാൻ പറ്റും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് വന്നു 0 1. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിക്കലാണ്. മെട്രിക്സ് കെ കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ട്രാൻസ്ഫേഴ്സ് കെ എസ് ഇൻറ്റു എ. എന്ന് പറയുന്നത് ഈ മെട്രിക്സ്, അതിൻ്റെ ട്രാൻസ്ഫേഴ്സ്. അപ്പോൾ അതിന് 1 0 1 വരും, റോ മെട്രിക്സ് ആവും. കെ എസിൻ്റെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എ മെട്രിക്സ് EI/L, A/6 ആണ്. അത് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എങ്ങനെയായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെ മെട്രിക്സ് കിട്ടും. കെ മെട്രിക്സ് കിട്ടുന്നത് 2/3 EI ആണ് കെ മെട്രിക്സ് വരുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ്. ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ റിഡൻഡൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കലാണ്. അതിനകത്ത് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് R = K ഇൻവേഴ്സ് ഇൻറ്റു R ആണ്. K ഇൻവേഴ്സ് നമുക്ക് കിട്ടിയത് 2/3 EI ആകുമ്പോൾ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 3/2 EI വരും. ഇൻറ്റു ആർ മെട്രിക്സ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തു -7.5. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർ മെട്രിക്സ് കിട്ടുന്നത് -11.25/EI ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് കിട്ടുക -11.25/EI. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എലിമെൻ്റൽ ഫോഴ്സ് മെട്രിക്സോ അല്ലെങ്കിൽ മെമ്പർ ഫോഴ്സ് കണ്ടുപിടിക്കലാണ്. മെമ്പർ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് Q = KA KS × A × R. KS എന്ന് വെച്ചാൽ സ്ട്രക്ചർ സ്റ്റിഫ്നെസ് മെട്രിക്സ്, എ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് അതറിയാം, ആർ മെട്രിക്സ് നമ്മൾ കണ്ടുപിടിച്ചു. സോ ആ 3 മെട്രിക്സ് മൾട്ടിപ്ലൈ, നിങ്ങൾ ഈ മൾട്ടിപ്ലിക്കേഷൻ കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യൂ വാല്യൂ കിട്ടും, മെമ്പർ ഫോഴ്സ് കിട്ടും. ആ മെമ്പറിൽ 2 എൻഡിലെ മൊമെൻറ്റ് കിട്ടും, -3.75 -7.5. ഓക്കെ. ഇനി അതിനുശേഷം സപ്പോർട്ട് മൂവ്മെൻറ്റ് കണ്ടുപിടിക്കണം. സപ്പോർട്ട് മൂവ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതായത് Q + FEM ചെയ്യുക. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ചെയ്താൽ സപ്പോർട്ട് മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ സപ്പോർട്ട് മൂവ്മെൻറ്റ് -11.25 0 ആണ് വരുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യാനുള്ള വഴിയാണത്. നമ്മുടെ ഹിഞ്ച് സപ്പോർട്ടിൻ്റെ കേസിൽ ഹിഞ്ച് സപ്പോർട്ടാണെങ്കിൽ അവിടെ മൊമെൻറ്റ് 0 ആയിരിക്കും, ഫിക്സറിൽ -11.25. ഓക്കെ. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം, ഷിയർ ഫോഴ്സ് ഡയഗ്രം വരക്കുക. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വീണ്ടും ഞാൻ പറയുന്നില്ല. അറിയുന്നില്ലെങ്കിൽ അറിയുന്ന ആരുടെയും ചോദിക്കുക, അല്ലെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ ആദ്യം ഫിക്സ്ഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കുക, ദെൻ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കുക. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുക. ഫിക്സ്ഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മൾ സപ്പോർട്ട് മൊമെൻറ്റിനെ കൊണ്ട് കിട്ടിയ മൊമെൻറ്റിൻ്റെ കൊണ്ടുണ്ടാകുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എക്സ്റ്റേണൽ ലോഡിനെ കൊണ്ടുണ്ടാകുന്നത്. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഇതിനകത്തുള്ള റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. നമുക്ക് എക്സ്റ്റേണൽ ലോഡിനെ കൊണ്ടുള്ള റിയാക്ഷൻ നമുക്കറിയാം 5 ആണ് വരുന്നത്. ദെൻ ഈ മൊമെൻറ്റ് ഉണ്ടല്ലോ, സപ്പോർട്ട് മൊമെൻറ്റ് ഉണ്ടല്ലോ 11.25 അതിനെ കൊണ്ട് കിട്ടുന്ന റിയാക്ഷൻ ഇവിടെ RAൻ്റെ വാല്യൂ 1.875 RB -1.875 കിട്ടും. സോ രണ്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ RAൻ്റെ വാല്യൂ 6.875 RB 3.175, രണ്ടും അപ്വേർഡാണ്. സോ ഇങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരിക. റെക്റ്റാങ്കുലർ വേരിയേഷൻ വരും ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ആയി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അപ്പോൾ നമ്മൾ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ അനാലിസിസ് ചെയ്യാം, സ്റ്റിഫ്നെസ് മെത്തേഡ് വെച്ചിട്ട് അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ എല്ലാവരും ഇത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ചിലപ്പം ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫോം ചെയ്യുന്നതിലായിരിക്കും. അത് വളരെ എളുപ്പമാണ്. നമ്മൾ ഏതാണ് കോർഡിനേറ്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഓരോ എലിമെൻറ്റ് കോർഡിനേറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഫോഴ്സ് അല്ല, മൊമെൻ്റ് അല്ല വേണ്ടത്, അവിടെയുള്ള സ്ലോപ്പ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലത്തിൽ. നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.